എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് റാസിൻ്റെ സ്കൂളിൽ പോവാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുമ്പ് പോയതല്ലേ, അതിൻ്റെ വീഡിയോ ഇട്ടതല്ലേ എന്ന്. പക്ഷേ ഇന്ന് ആ സ്കൂളിലേക്കല്ല പോകുന്നത്, നമ്മളിന്ന് ഹൈസ്കൂളിലേക്കാണ്. അതായത് അവനിപ്പോൾ 9ലായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹൈസ്കൂളിലാണ് അവൻ്റെ ക്ലാസ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിയെ പറയാട്ടോ. അപ്പോൾ നമുക്ക് പോകാം. ഇവിടുത്തെ സ്കൂളുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, എങ്കിൽ പോലും ഞാനൊന്നും കൂടി പറയാം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു LKG തുടങ്ങി ഒരു +2 വരെയും ഒരു സ്കൂളായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ LKG തുടങ്ങി 4ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് 5, 6 ഒരു സ്കൂള്, അത് കഴിഞ്ഞ് 7, 8 ഒരു സ്കൂള്, അത് കഴിഞ്ഞ് 9 തുടങ്ങി 12 വരെ ഒരു സ്കൂള്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ റാസ് ഇപ്പോൾ 9ലായതുകൊണ്ട് 9 തുടങ്ങി 12 വരെയും അവന് ഹൈസ്കൂൾ എന്നാണ് അവിടെ പറയാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അവൻ ചേർത്തേക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവനിവിടെ നമ്മൾ സ്കൂളിൽ ചേർത്തത്. അപ്പോൾ ഇവന് 8ലായിരുന്നു ഇവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിവിടെ ഒരു 1.5 മാസത്തോളം അവന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഡിൽ സ്കൂളിൽ നിന്നാണ് കേട്ടോ അവൻ അന്ന് പോയ സ്കൂളിനെ പറയുക. അവിടെ 7, 8 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ 2 ക്ലാസ്സുകൾ ഉള്ളുവെങ്കിൽ പോലും അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നേ. ശരിക്കും ഒരു എന്താ പറയുക, ഒരു സ്കൂളിൻ്റേതായ ഒരു കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ നിങ്ങൾ ഏകദേശം നിങ്ങൾക്കന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അവൻ 1.5 മാസത്തോളം പോയി. അതിന് ശേഷം ഇപ്പോൾ വെക്കേഷനായിരുന്നു. ഇപ്പോൾ അതേ സ്കൂൾ തുടങ്ങാൻ പോവാട്ടോ. സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിനു മുമ്പ് ഇവർക്കിപ്പോൾ ഒരു ഓപ്പൺ ഹൗസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഞാൻ പറയണതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പാത്തൂന് ഇനിയിപ്പോൾ വേറെ സ്കൂളായിരിക്കും കേട്ടോ. പാത്തു ഇനിയിപ്പോൾ 2ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവൾക്ക് വേറെ സ്കൂളാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടി ഉണ്ടെങ്കിൽ 2 പേരും ഒരേ ബസ്സിൽ ഒരു സ്കൂളിലായിരിക്കും അല്ലേ പോവുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ 2 കുട്ടികൾ 2 സ്കൂളിലാണ്. ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇതേ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹൈസ്കൂൾ കേട്ടോ. അപ്പം ഞാനീ പറഞ്ഞ വിവരങ്ങളൊക്കെ എൻ്റെ മക്കൾ പഠിക്കാൻ പോകുന്ന സ്കൂളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വേറെ ന്യൂജേഴ്സിയിൽ വേറെ ഒരുപാട് സ്കൂളുകളുണ്ടാവും. അവിടുത്തെ രീതികൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പം ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അതേ അവിടെ പാർക്കിംഗ് ഏരിയാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളാണെങ്കിലും ഒരു 2 നില കേട്ടോ. അതിൽ കൂടുതലൊന്നും മേളിലേക്കില്ല. ചിലത് ആ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മേളിലേക്കൊന്നും ഇല്ല. ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്കൂളാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ബിൽഡിങ് പോലെ ഇങ്ങനെ മേളിലേക്ക് അങ്ങനെയല്ല. ഇങ്ങനെ പരന്ന് ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചുറ്റി നടന്ന് വണ്ടിയിലിരുന്ന് തന്നെ കാണാൻ തന്നെ ഉണ്ട് കുറേ. അതിന് മാത്രം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ സ്കൂള്. അപ്പോൾ അതേ നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്യണ കൊടുത്താണെങ്കിലും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയാസ് നോക്കി ഇങ്ങനെ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പേരൻസുകളൊക്കെ വന്ന ദിവസമായതുകൊണ്ട് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. ഇതിപ്പോൾ സമയം ഒരു ഉച്ച ടൈമാണ് കേട്ടോ. 1 മണിയൊക്കെയാണ്. ആ സമയത്താണ് മീറ്റിംഗ് വെച്ചേക്കണത്. അപ്പോൾ നമ്മളങ്ങനെ അതേ ഈ സ്കൂളിൻ്റെ ഈ കാണണ്ട നേരെ കാണുന്നതൊക്കെ ഗ്രൗണ്ടുകളാണ്. ചുറ്റിനും ഗ്രൗണ്ടുകളാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ നേരെ അകത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ ദേ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇതേ ഈ കാണുന്നതാണ് ഈ സ്കൂൾ. ഇവിടെയൊക്കെ 2 നിലയായിട്ട് നമുക്ക് കാണാം കേട്ടോ. പക്ഷേ അപ്പുറത്തെ സൈഡിലൊക്കെ നോക്കുമ്പോൾ 1 നില മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ നമ്മളങ്ങനെ നടക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ഇങ്ങനെ പണിതിട്ടേക്കണൊക്കെ ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ അകത്തേക്ക് കയറി. അപ്പോൾ നേരെ കയറി തന്നെ അതേ ഇത് റിസപ്ഷൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചേക്കണ കാണാൻ. അപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോയത്. അപ്പോൾ അതേ അവിടെ ഇത് കണ്ട ഒരുപാട് കാര്യങ്ങൾ ആ എന്താ പറയുക ടീച്ചർമാർ നമുക്കിങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അതായത് സ്കൂളിനെ കുറിച്ചും ഇവരുടെ പഠന രീതികളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ മീറ്റിംഗ്. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വാക്കിംഗ് ടൂറാണ്. അതായത് ഇവരുടെ ആ സ്കൂള് എല്ലാം നമ്മൾ ഒന്ന് പേരൻസിനെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ വോളണ്ടിയർമാരെ പോലെ ഓരോ കുട്ടികളെയാണ് കേട്ടോ ഏർപ്പാടാക്കിയേക്കണത്. അപ്പോൾ ഓരോ റോ അനുസരിച്ചാണ് ഇങ്ങനെ പോണത്. അപ്പോൾ ഒരു റോയ്ക്ക് ഒരു കുട്ടി അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ റോയും അങ്ങനെ വിളിച്ചു. നമ്മളിപ്പോൾ ദേ അങ്ങനെ
നടക്കുക കേട്ടോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് ഇവരുടെ സ്കൂൾ. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ രീതികളൊന്നും ഇല്ലല്ലോ അല്ലേ. ഇങ്ങനെ സ്കൂളിൻ്റെ അകമൊക്കെ പേരൻസിനെ ഇങ്ങനെ നടന്ന് കാണിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഇത് കണ്ടില്ലേ, ഈ യെല്ലോ കളറിൽ കാണുന്നതൊക്കെ ഇവരുടെ ലോക്കറുകളാണ് കേട്ടോ. അതായത് ഓരോ കുട്ടിക്കും ഇവിടെ ഓരോ ലോക്കറുണ്ട്, ഇങ്ങനെ താക്കോലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് സൂക്ഷിക്കാനെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. കൂടുതലൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ അതേ നമ്മളങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോന്ന് കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെയാണ് കേട്ടോ. കാരണം വെച്ചാൽ വളരെ ഭംഗിയും ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ ഇവിടുത്തെ സ്കൂളുകൾ. Even number digits are upstairs and odd number digits are downstairs. So you have the 800s and 600s are above here. This 800s over there, 600s. അപ്പോൾ ഈ പയ്യനാണ് കേട്ടോ നമ്മളെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അവനിങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, പേരൻസായിട്ടും കുട്ടികളായിട്ടും. അപ്പോൾ അതേ ഈ സെക്ഷനിലേക്ക് കിടന്നപ്പോൾ ഇവിടുത്തെ ലോക്കറിൻ്റെ കളർ തന്നെ മാറിയല്ലേ, റെഡ് കളർ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ ഓരോരോ, ഇതൊക്കെ ക്ലാസ് റൂം എന്ന് പറയാമെന്ന് വെച്ചാൽ എന്താ പറയുക, ഇവിടുത്തെ ക്ലാസ് റൂമുകൾ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂം, അതിൽ ടീച്ചർമാർ ഓരോ പീരീഡ് വരും, ക്ലാസ് എടുക്കും, അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പീരീഡും നമ്മൾ ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകണം, അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു മാത്സ് ആണെങ്കിൽ ആ മാത്സ് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ് അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ അതേ കണ്ടത് മ്യൂസിക് ബാൻഡിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത കോഴ്സുകൾ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കണ ഒരുപാട് കോഴ്സുകൾ നമ്മളിവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലൊക്കെ സബ്ജക്റ്റ് പോലെ അല്ല കേട്ടോ, അതിന് പുറമെ എക്സ്ട്രാ ഒരു കോഴ്സും കൂടി ഇവർ ഇതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കങ്ങനെ പറയാറില്ല, ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ചുറ്റിക്കറങ്ങി ഇപ്പോൾ ആദ്യത്തെ റിസപ്ഷൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നേ നടക്കാനായിട്ട്. നടന്ന് നമ്മൾ നല്ല വശം കെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത് ഓഡിറ്റോറിയമാണ് കേട്ടോ നമ്മളാ വന്നത്, ജസ്റ്റ് ഞാൻ ഒന്നും കൂടി കാണിച്ചതാണ്. ഇനിയിപ്പോൾ നമ്മളങ്ങനെ വേറെ ഓരോരോ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഓരോ സെക്ഷൻ്റെയും ഭാഗത്തൊക്കെ അതിൻ്റേതായ ട്രോഫികളും മെഡലുകളും ഫോട്ടോസുകളും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഇത് നോക്കിക്കണ്ട, ഇത് ഫുള്ള് ഇങ്ങനെ പിക്ചേഴ്സാണ്, ഇങ്ങനെ കുട്ടികൾ വരച്ചത് ഡ്രോയിങ് ചെയ്തേക്കണത് കണ്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല രീതിയിലാണ് കേട്ടോ അവരിങ്ങനെ ഓരോന്നൊക്കെ ഡ്രോയിങ് ചെയ്തേക്കണത്. അതിൻ്റേതായ ട്രോഫികളും മെഡൽസുകളൊക്കെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ, എല്ലാം എനിക്ക് ഓർത്തെടുത്ത് പറയാനൊന്നും വയ്യ. അപ്പോൾ കുറേയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് കുറഞ്ഞു തുടങ്ങി കേട്ടോ. കാരണം വെച്ചാൽ നടന്ന് അതിന് മാത്രം നമ്മൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഇതിലിങ്ങനെ കാണുമ്പോഴേ നമുക്കങ്ങനെ മനസ്സിലാവില്ല കേട്ടോ, ഇത് ഒരുപാടുണ്ട്. എന്താ പറയുക, എന്തോരം കിലോമീറ്റർ നടന്നു തന്നെ എനിക്ക് പറയാറില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ കുറഞ്ഞു തുടങ്ങിയായിരുന്നു നടന്ന് അവശതയായിട്ട്. ഇത് ഇവിടുത്തെ സ്കൂളിലെ ലിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലിഫ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അങ്ങനെ ഇപ്പോൾ അതേ നമ്മളങ്ങനെ നടന്ന് ആ കുട്ടി ഓരോ സെക്ഷനും നമുക്കിങ്ങനെ പരിചയപ്പെടുത്തി തരുക കേട്ടോ. ഇങ്ങനെ മ്യൂസിക്കിൻ്റെ സെക്ഷൻ, ഡ്രോയിങ്ങിൻ്റെ സെക്ഷൻ, കുക്കിങ്ങിൻ്റെ സെക്ഷൻ, എന്താ പറയുക ഒരുപാടുണ്ട്, ജിമ്മിൻ്റെ സെക്ഷൻ, അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ ഓരോരോ റൂമുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ നടന്ന് കഫ്റ്റേരിയയുടെ ഭാഗത്താണ് വന്നേക്കണത്. അപ്പോൾ അതേ അവിടെ നമുക്ക് വേണ്ടിയിട്ട് കുറേ സ്നാക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഞങ്ങൾ പിന്നെ നമ്മുടെ ഈ വാക്കിംഗ് ടൂർ തീരാത്തതുകൊണ്ട് റൗണ്ട് ചെയ്ത് വന്നിട്ട് കഴിക്കാമെന്നുള്ളതുകൊണ്ട് വീണ്ടും നടപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഫ്റ്റേരിയനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാളിൽ വന്ന പ്രതീതിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വലിയൊരു ഹോളാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ ഫുഡ് കോർട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഇവിടെ ഓരോ ടൈപ്പ് ഫുഡുകളാണെന്നാണ് അറിഞ്ഞത്. ബുധനാഴ്ചകളിലൊക്കെ ചൈനീസ് ഫുഡ്, അങ്ങനെ ഓരോരോ ഫുഡുകളാണ് കേട്ടോ ഓരോ ദിവസങ്ങളിൽ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്താ പറയുക കഫ്റ്റേരിയ. പിന്നെ നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനവും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഇതൊക്കെ ഓരോരോ ട്രോഫികളും മെഡൽസുകളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ അവർ അറേഞ്ച് ചെയ്തേക്കണ കാണാൻ. പിന്നെ അതേ ഇത് ലൈബ്രറിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്നും അങ്ങനെ സെറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെ ആകെ ഇതാക്കിയേക്കാണ്, ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടത് കുക്കിംഗ് ക്ലാസ്സാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ വാക്കിംഗ് ടൂർ ഇവിടെ അവസാനിച്ചേക്കാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ടാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ സാധിച്ചല്ലോ. സാധാരണ അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ലെന്നാണ് വിചാരിച്ചത്.
അപ്പോൾ ഇതേ നമ്മുടെ വാക്കിംഗ് ടൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നടന്ന് മനുഷ്യൻ്റെ ഉപ്പാടളകിയിട്ടാണ്. ഒരുപാട് നടന്നായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ക്യാൻറ്റീനിൽ എത്തിയൊക്കെയാണ്. ഇവിടെ എന്തൊക്കെയോ കുക്കീസ് എന്തൊക്കെയോ ഉണ്ട് കഴിക്കാൻ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കും കേട്ടോ. നേരത്തെ കഴിക്കാൻ പറ്റിയില്ല. അയ്യോ ആകാശതേ ഒരുപാട് നടന്നു. ഒരുപാട് നടന്നു. അപ്പോൾ അതേ ഇത് കണ്ടോ. അപ്പോൾ അവിടെയാണ്ടോ ഇങ്ങനെ സ്നാക്സുകളൊക്കെ വെച്ചേക്കണം. അപ്പോൾ അതെടുക്കാനുള്ള തിരക്കാണ്ടോ ആ കാണുന്നത്. പക്ഷേ എങ്കിൽ ഇതേ നോക്കിക്കണ്ടേ, ഞാൻ ചെന്നപ്പോഴത്തേനും എല്ലാം കാലിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എടുത്ത് ഒക്കെ നമ്മൾ ചെന്നപ്പോഴത്തേനും ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ സാരമില്ല, നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് പോകാൻ നിൽക്കോട്ടോ. അപ്പോൾ അതേ ക്യാൻറ്റീനിൽ ഇങ്ങനെ ഫുള്ള് ടേബിളുകളൊക്കെ ഇങ്ങനെ ചരിച്ച് വെച്ചേക്കും കേട്ടോ. സ്കൂൾ ഇങ്ങനെ തുറക്കാറാവണേലുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെയാണ് അതങ്ങനെ വെച്ചേക്കണത്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയുക ഡ്രിങ്ക്സും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്നാക്സുകളൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതേ ഈ സ്കൂളിൽ 24 മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ നമ്മളങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി പുറത്തെ കാഴ്ചകളും ഉണ്ട് കേട്ടോ ഒരുപാട്. അതായത് ഇവരുടെ ഗ്രൗണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടംമാതിരി പറയാനുണ്ട് കേട്ടോ. ദേ കാണാണ്ട് ഈ ഗ്രൗണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു സ്റ്റേഡിയം പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുമാതിരത്തെ രീതിയിലാണ് അവർ ഓരോന്ന് അറേഞ്ച് ചെയ്തേക്കണത്. പിന്നെ ഇവിടെ ഇല്ലാത്ത സ്പോർട്സ് ഐറ്റംസുകളൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏത് രീതിയിലും കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ സ്പോർട്സിൻ്റെ ഇതുമുണ്ട് ഇവിടെ സ്കൂളിൽ. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയണില്ല, കാരണം വെച്ചാൽ നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിനി ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ട് വീഡിയോ എടുക്കണമൊന്നുമില്ല. അങ്ങനെ അതേ നമ്മളങ്ങനെ സ്കൂളിൽ നിന്ന് ഇനിയിപ്പോൾ തിരിച്ച് പോവുക കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് വരണം. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ലാപ്ടോപ്പ് കൊടുക്കും. അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ അതിന് ശേഷം നമുക്കിനി വേറൊരു ദിവസം വന്ന് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഓരോ പീരീഡും ഓരോ ക്ലാസ്സിലേക്ക് നമുക്ക് പോകണമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ പോയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും നമുക്കും അത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ പേരൻസിനും പോകാം, കുട്ടികൾക്കും അങ്ങനെ ഒരുമിച്ച് പോയിട്ട് നമുക്ക് ഏതൊക്കെ ക്ലാസ് ആണെന്നുള്ളൊരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് നമുക്കത് ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് ഒരു സ്ഥലത്താണെങ്കിൽ അടുത്ത സബ്ജക്റ്റിൻ്റെ ക്ലാസ് കുറച്ച് ദൂരെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തേൽ ഒരുപാട് ഇങ്ങനെ നടന്നേ മനുഷ്യൻ ആകെ ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം വീഡിയോ എടുത്ത് കാണിച്ചാലും നിങ്ങൾക്കൊരു ബോറിങ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമുക്ക് ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോകണം. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കൂടുതലൊന്നും നിങ്ങളെ കാണിക്കണില്ല. നമ്മളെപ്പോഴും പോകുന്ന സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പാത്തുവിൻ്റെ സ്കൂളിലും പോകാനുണ്ട്. അത് വേറൊരു ദിവസമാണ് അവർ മീറ്റിംഗ് പറഞ്ഞേക്കണത്. അപ്പോൾ അവരുടെ സ്കൂളിൽ എങ്ങനെയാണ് സിസ്റ്റം എന്നൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല കേട്ടോ. അതിനിപ്പോൾ അവിടെ ചെന്നാലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ 4ാം ക്ലാസ് വരെ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അവരുടെ സ്കൂൾ അങ്ങനെയാണ്. ഇവിടെ ഓരോ ക്ലാസ്സിനും ഓരോരോ സ്കൂളുകളാണ്. നമ്മുടെ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ ദൂരം. പിന്നെ സ്കൂൾ ബസ്സാണെങ്കിലും നമ്മുടെ അവിടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ വരും. 2 പേർക്കും 2 ബസ്സാണ്, 2 ടൈമാണ്. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ റാസിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ 7:30 തുടങ്ങി ഒരു 2:30 വരെയാണ് കേട്ടോ. പിന്നെ പാത്തൂന് അങ്ങനെയല്ല, പാത്തൂന് 8:30 തുടങ്ങിയിട്ട് 3:30 വരെ. അങ്ങനെ 2 പേർക്കും 2 ടൈമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ ക്ലാസ്സുകൾ. അപ്പോൾ നമ്മുടെ എന്താ പറയുക നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമൊക്കെ തോന്നും കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആ ഒരു രീതി അല്ലല്ലോ ഇവിടെ, വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ രീതികൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ 1.5 മാസം കാര്യം പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇതിപ്പോൾ ഹൈസ്കൂളിലേക്ക് കടന്നപ്പോൾ ഇവിടുത്തെ രീതികളും ഏകദേശം അതേപോലെയൊക്കെ ആണെങ്കിൽ പോലും അവർ പറയുന്ന ഓരോന്നൊക്കെ കാണുമ്പോഴും ഈ കോഴ്സുകളും ഇതൊക്കെ കാണുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ലഞ്ചും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതേ ചിപ്പോട്ട്ലയിൽ കയറാൻ പോവുകയാണ്. കാരണം ഇപ്പം തന്നെ ഒരുപാട് ടൈം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ അതിൻ്റെ അകത്ത് കയറി 2 ബൗളിലാണ് കേട്ടോ ഇന്നിപ്പോൾ ഫുഡ് വാങ്ങിക്കണത്. ഞാനിവിടെ വന്നിട്ടുള്ള 1-2 വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ അതേ ഇവിടെ നമ്മളിങ്ങനെ സാലഡ് രൂപത്തിലുള്ള ഫുഡാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ നമ്മളിന്ന് ബൗളിലാണ് വാങ്ങിക്കണത്. സാധാരണ നമ്മൾ റോളിലും വാങ്ങിക്കാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ വാങ്ങിക്കണില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതേ നമുക്കങ്ങനെ പാർസൽ രൂപത്തിൽ ഫുഡ് കിട്ടി. നമ്മളത് ഷേക്ക് ചെയ്തു. അങ്ങനെ അതേ നമ്മൾ തുറന്നു കേട്ടോ.
അപ്പോൾ ഇതിൽ റൈസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ടാകും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ തവണ ഞാനിത് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ അവിടെ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇതേ നമ്മളങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, സ്കൂളിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികൾ ഒരുപാട് പേര് ബാഡ് കമൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ തെറ്റ് നമുക്ക് എല്ലാവർക്കും പറ്റുമല്ലേ. കാരണം വെച്ചാൽ എന്താ പറയുക, എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ. പക്ഷേ ഞാൻ പറയണത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അല്ലാതെ വെറുതെ ബാഡ് കമൻറ്റുകളായിട്ട് വന്നിട്ട് എന്താ കാര്യം? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി. നമ്മൾ ആരെയും അങ്ങനെ നിർബന്ധിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇഷ്ടമുള്ളൊരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.